നമസ്കാരം. ഭൂമിയുടെ കാന്തിക മണ്ഡലത്തെ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ. ഭൗമോപരിതലത്തിലേക്ക് സൂര്യനിൽ നിന്ന് അപകടകരമായ റേഡിയേഷൻ പ്രവേശിക്കാൻ സാധ്യത സൃഷ്ടിക്കുന്ന രീതിയിൽ കാന്തിക മണ്ഡലത്തിന് ശോഷണം സംഭവിക്കുന്നതായി തിരിച്ചറിഞ്ഞ പശ്ചാത്തലത്തിലാണിത്. കൃത്രിമ ഉപഗ്രഹങ്ങൾ, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം തുടങ്ങിയവയുടെ പ്രവർത്തനങ്ങളെ സാരമായി ബാധിച്ചേക്കാവുന്ന പ്രശ്നമാണ് കണ്ടെത്തിയിട്ടുള്ളത്. ലാറ്റിൻ അമേരിക്ക മുതൽ തെക്കു പടിഞ്ഞാറൻ ആഫ്രിക്ക വരെ വ്യാപിച്ചു കിടക്കുന്ന തീവ്രത കുറഞ്ഞ കാന്തിക മണ്ഡല മേഖലയായ സൗത്ത് അറ്റ്ലാന്റിക് അനോമലിയാണ് ഗവേഷകർക്കിടയിൽ ആശങ്കകൾ സൃഷ്ടിക്കുന്നത്. ഈ മേഖലയിലെ കാന്തിക മണ്ഡലത്തിനുള്ള ബലക്ഷയം കൂടുതൽ പ്രദേശത്തേക്ക് വ്യാപിക്കുന്നു എന്നാണ് നാസയുടെ അനുമാനം. അതിനാൽ ഈ മേഖലയിലൂടെ കടന്നു പോകുന്ന ഭൗമോപഗ്രഹങ്ങൾക്കും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിനും തകരാറുകൾ സംഭവിച്ചേക്കാം എന്നാണ് നാസ ഭയക്കുന്നത്. 2020 SAA കുറിച്ച് ആദ്യം മുന്നറിയിപ്പുണ്ടായത്. ഉടനടി ഇല്ലെങ്കിലും കാന്തിക മണ്ഡലത്തിന്റെ ബലക്ഷയം ദ്രുതമാറ്റത്തിന് കാരണമാകുമോ എന്ന ആശങ്കയും ഗവേഷകർക്കിടയിൽ സജീവമാണ്. സൂര്യനിൽ നിന്നുള്ള ചാർജിത കണങ്ങളെ വികർഷിച്ച് ഭൂമിക്ക് സംരക്ഷണം നൽകുന്ന കവച മേഖലയാണ് കാന്തിക മണ്ഡലം. എന്നാൽ കാന്തിക മണ്ഡലത്തിന്റെ ബലക്ഷയം സൗരകിരണങ്ങൾ ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് എത്താൻ കാരണമാകും. അതിനാൽ ഭൂമിയുടെ കാന്തിക മണ്ഡലത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ നാസ ഭൗമോപഗ്രഹങ്ങളും ബഹിരാകാശ പേടകങ്ങളും വഴി നിരീക്ഷിച്ചു വരികയാണ്. ഭാവിയിൽ ഭൂമിയുടെ കാന്തിക മണ്ഡലത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പ്രതികൂലമായി ബാധിക്കാതിരിക്കാൻ ലോ എർത്ത് ഓർബിറ്റിലുള്ള കൃത്രിമ ഉപഗ്രഹങ്ങളെയും ബഹിരാകാശ സഞ്ചാരികളെയും എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നുള്ള പഠനത്തിലാണ് തങ്ങളെന്നും നാസ പറയുന്നുണ്ട്. ഇതിന് 4.3 ദശലക്ഷം ചതുരശ്ര കിലോമീറ്ററിലേറെയാണ് വിസ്തീർണം. ആഫ്രിക്കയുടെയും സൗത്ത് അമേരിക്കയുടെയും മേഖലകൾ കടന്ന് വടക്കോട്ട് വ്യാപിക്കുകയാണ് ഈ പ്രശ്നമെന്ന് നാസ പറയുന്നുണ്ട്. ഇതാകട്ടെ ഭൂമിയുടെ ധ്രുവമാറ്റത്തിന് ഒരുങ്ങുന്നതിന്റെ സൂചനയുമാകാം. സാറ്റലൈറ്റുകളെ ആശ്രയിച്ചുള്ള നീക്കങ്ങൾ വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ പ്രശ്നമായി തീരാനിടയുള്ള ഒന്നാണ് SAA. വിള്ളൽ വഴി സൂര്യനിൽ നിന്നുള്ള ഹാനികരമായ വികിരണ കണങ്ങൾ ഭൗമമണ്ഡലത്തിലേക്ക് കടന്നെത്താമെന്നാണ് നാസ പറയുന്നത്. കിരണങ്ങൾ കടന്നു പോകുന്നത് ഓൺബോർഡ് കമ്പ്യൂട്ടറുകളെയും ഡാറ്റ ശേഖരണ സാറ്റലൈറ്റുകളെയും തകർത്തു കളഞ്ഞേക്കാം. SAA കുറിച്ചുള്ള മുന്നറിയിപ്പ് ആദ്യം നൽകിയത് 2020 അതിനുശേഷം SAA 7% കൂടെ വ്യാപിച്ചു എന്നും പ്രശ്നബാധിത മേഖല വടക്കോട്ട് 12 കിലോമീറ്റർ കൂടുതൽ വർദ്ധിച്ചിരിക്കുന്നു എന്നുമാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. കാന്തിക മണ്ഡല ശോഷണം ഇപ്പോൾ പോലും അനുവദനീയമായ അളവിൽ തന്നെയാണ് നടക്കുന്നത്. എന്നാൽ സമീപകാല പഠനങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് പ്രകാരം SAA മേഖല 2 വ്യത്യസ്ത വിഭാഗങ്ങളായി പിളരാൻ പോകുന്നു എന്നും പറയുന്നുണ്ട്. ഇവിടെ രണ്ടിടത്തും കാന്തിക മണ്ഡലത്തിന് ചെറിയ പ്രഭാവം മാത്രമേ ചെലുത്താൻ സാധിക്കൂ. SAA വിഭജന മാറ്റം 2025 തുടരുമെന്നാണ് നാസ ഗവേഷകർ അഭിപ്രായപ്പെടുന്നത്. ഇത് ഡാറ്റ ശേഖരണ ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സാറ്റലൈറ്റുകളുടെ പ്രവർത്തനത്തിന് അധിക വെല്ലുവിളി ഉയർത്തിയേക്കാം.